ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴാണ് എനിക്ക് നല്ല വിശപ്പടിച്ചത്. അപ്പോൾ ഞാൻ വാപ്പയെടുത്ത് പറഞ്ഞു, വാപ്പ എനിക്ക് വിശക്കുന്നു, ഇന്ന് എന്തെങ്കിലും സ്നാക്ക് എനിക്ക് മേടിച്ച് തരൂ. അപ്പോൾ വാപ്പയാണ് പറഞ്ഞത്, ഇന്ന് സ്നാക്സ് ഒന്നും മേടിക്കേണ്ട, നമുക്ക് ഹോം മെയ്ഡായിട്ട് എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കാമെന്ന്. അങ്ങനെയാണ് ഞങ്ങളിതാ ഈ ഒരു റെസിപ്പി തയ്യാറാക്കാൻ വിചാരിച്ചത്. എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ റെസിപ്പി അറിയണ്ടേ, വീഡിയോയിലേക്ക് കിടന്നാലോ. ഞാനിവിടെ ഒരു 1/2 കിലോ ചെറിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ തൊലിയോടെ തന്നെ കഴുകി 5-6 വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി എടുത്തു. കിഴങ്ങെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഞാനൊരു കുക്കർ എടുത്തു, അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി കിഴങ്ങ് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഞാനത് 2ആയിട്ട് മുറിക്കുന്നുണ്ട്. നമുക്ക് 2ആയിട്ട് മുറിച്ചിട്ട് കൊടുക്കാം. വീഡിയോ കണ്ടിട്ടിരിക്കുന്ന കൂട്ടുകാർ ലൈക്ക് അടിച്ചിട്ടില്ലെങ്കിൽ ഓടിപ്പോയെന്ന് ലൈക്ക് അടി. കിഴങ്ങെല്ലാം ഞാനൊന്ന് മുറിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കിഴങ്ങ് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. നമുക്കൊരു 6 വിസിലോളം കേട്ടാൽ മതി. അപ്പോഴത്തേക്ക് നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാവുന്നതാണ്. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതൊന്ന് വിസിൽ കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത പണിയിലേക്ക് പോകാം. അടുത്തായിട്ട് നമുക്കിതൊന്ന് ഇടിച്ചെടുക്കലാണ്. ഞാനിവിടെ ഒരു 7-8 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. നമുക്കിതാ ഒരു ഇടിക്കല്ലി വെച്ച് ഒന്ന് ഇടിച്ചെടുക്കാം. ഈ ഒരു സാധനം നമ്മുടെ പണ്ടത്തെ ആളുകളൊക്കെ യൂസ് ചെയ്ത സാധനമാണ്. ഇതിൻ്റെ പേരത്ര എനിക്ക് അറിഞ്ഞുകൂടെ. ഇപ്പോൾ മിക്ക വീടുകളിലുള്ള സാധനമാണ്. പേരറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയാം. നമ്മൾ വിസിലൊക്കെ വന്ന് കറക്റ്റായിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ എന്നിട്ട് തണുക്കാൻ വെച്ചു. അതിനുശേഷമാണ് നമ്മളിതിൻ്റെ തൊലി ഒന്ന് ഇളക്കുന്നത്. നമുക്ക് എല്ലാ കിഴങ്ങിൻ്റെ അതുപോലെ ഒന്ന് തൊലി ഇളക്കിയെടുക്കാം. കിഴങ്ങെല്ലാം തൊലി ഇളക്കി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്തായിട്ടൊരു പാൻ വെച്ചു. അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടാകുമ്പോഴത്തേക്കാണ് നമ്മൾ അതിലേക്ക് 1/4 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുന്നത്. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് വറ്റൽമുളകാണ്. 2 വറ്റൽമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നമ്മൾ നേരത്തെ ചതച്ച് മാറ്റി വെച്ചിരുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതെല്ലാം ഒന്ന് മൂത്ത് വരുന്ന സമയത്താണ് നമ്മൾ പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഉലുവാപ്പൊടിയാണ്. 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, കാശ്മീരി ചില്ലി 1 ടീസ്പൂൺ, ഗരം മസാല 1 ടേബിൾ സ്പൂൺ. അപ്പോൾ പൊടി ഐറ്റംസിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കിയെടുക്കാം. പൊടി ഐറ്റംസിൻ്റെ പച്ചമണം ഒന്ന് മാറി വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ തൊലിയിളക്കി മാറ്റി വെച്ച് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് അരപ്പ് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എല്ലാ കൂട്ടുകാരും ഇത് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് വെക്കണേ. നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് പിന്നെയും കഴിക്കാൻ തോന്നും. അത്രയ്ക്ക് അടിപൊളി സ്നാക്കാണ്. സ്പൈസി ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ ഒരുപാട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സ്നാക്കായിരിക്കും ഇത്. വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് ഇതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. കിഴങ്ങിലൊന്ന് ഉപ്പ് പിടിച്ച് കിട്ടാൻ വേണ്ടി നമുക്ക് മൊത്തത്തിലൊന്ന് ഇളക്കിയെടുക്കാം. കൂട്ടുകാർ ഇതുവരെ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണേ. ഉപ്പ് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു നാരങ്ങയാണ്. നമുക്ക് 1/2 നാരങ്ങ ഒന്ന് പിഴിഞ്ഞിട്ട് ചുറ്റിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ലാസ്റ്റായിട്ട് ചേർക്കാൻ പോകുന്നത് മല്ലിയിലയും കൂടിയാണ്. മല്ലിയിലയും കൂടി ചേർക്കുമ്പോഴത്തേക്ക് നമ്മുടെ റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്കിത് സ്നാക്കായിട്ടും അല്ലെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ടും കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം അറിയിക്കണേ. ഇതുപോലുള്ള പുതിയ റെസിപ്പീസായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.